ഹലോ, ഇന്നത്തെ ടോപ്പിക് നമ്മുടെ ഷോൾഡർ ജോയിന്റിനെ പറ്റിയാണ്. റൊട്ടേറ്റർ കഫ് ഇഞ്ചുറീസ്. ഇതൊരു വളരെ കോമൺ ആയിട്ടൊരു ഇഞ്ചുറിയാണ്. ഒരു മസിൽ ടയർ പോലെ ഒരു ഇഞ്ചുറിയാണ്. നമ്മളത് മിസ്സായാൽ പിന്നീട് എല്ലിനെ ബാധിക്കും, കൈ പൊന്തിക്കാനും സിവിയർ പെയിനും വരും. ഈ മസിൽസിന്റെ പേര് റൊട്ടേറ്റർ കഫ്. ഇതിൽ 4 മസിൽസ് ഉണ്ട്: സൂപ്പർസ്പൈനേറ്റസ്, ഇൻട്രസ്പൈനേറ്റസ്, ടെറസ് മൈനർ, സബ്സ്കാപ്പുലറിസ്. ഇത് എല്ല്, അത് നമ്മുടെ കൈപ്പലയിലത്തെ എല്ലും കൈയുടെ എല്ലും തമ്മിൽ ഒരു കണക്ഷൻ ചെയ്യുന്ന പോലൊരു മസിൽസാണ്. അതിന്റെ മുകളിലാണ് നമ്മൾ മെയിൻ മസിൽ, നമുക്ക് കാണുന്ന മസിൽ. ഈ മസിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഈ ചെറിയ 4 മസിലിന്റെ ഫംഗ്ഷൻ തന്നെ നമ്മളെ കൈപ്പലയിലത്തെ എല്ലും കൈയിലെ എല്ലും തമ്മിൽ സ്റ്റെബിലിറ്റി കിട്ടാനാണ്. ഇതിങ്ങനെ ഒരു ഫിസ്റ്റ് പോലെ ഇങ്ങനെ ടൈറ്റായി നിൽക്കും. സോ ഈ മസിലിന്റെ ടയർ വന്നാൽ എന്താ പറ്റുക? നമ്മളുടെ കൈപ്പലയിലത്തെ എല്ലും കൈയുടെ എല്ലും തമ്മിൽ ഒരയാൻ തുടങ്ങും. ആ കറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ കിട്ടില്ല, എസ്പെഷ്യലി ലോഡിങ് വരുമ്പോൾ. ഇതിന്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം. ഏറ്റവും കോമൺ കാരണം വീഴുമയാണ്. കൈ സ്ട്രെച്ച് ചെയ്തിട്ട് വീഴുമയാണ്. സോ ഫുൾ വെയിറ്റ് കയ്യിൽ വരുമ്പോൾ എല്ലിങ്ങനെ അകന്നു പോകും. എല്ലാം അകന്നു പോകുമ്പോൾ മസിൽ ടയർ ആവും. പിന്നെ സെക്കൻഡ് കോസ്, ഈ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ബാഡ്മിന്റൺ കളിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഈ ആക്ഷൻ വരുമ്പോൾ മസിൽ ഇങ്ങനെ സ്ട്രെച്ച് ആവും. സ്ട്രെച്ച് ആയത് ടയർ ആവും. പിന്നെ ചില ആൾക്കാർക്ക് പ്രായം കൂട്ടുന്നവരും ഈ ടെൻഡൻസ് ഒക്കെ ലൂസ് ആവാൻ തുടങ്ങും. അപ്പോൾ അപ്പോഴും ഡാമേജ് വരും. പിന്നെ റയർ ആയിട്ട് എല്ല് തമ്മിൽ ഇങ്ങനെ ഒരയുമേ, അതായത് നമ്മുടെ ഈ എല്ലും കൈപ്പലയിലത്തെ എല്ലും കൈയുടെ എല്ലും തമ്മിൽ ഇങ്ങനെ ഒരയുമേ മസിൽ ഇടയിൽ കൊടുക്കുമ്പോൾ ടയർ വരും. സിംറ്റംസ്, യൂഷ്വൽ സിംറ്റംസ് സിവിയർ പെയിൻ, കോൺസ്റ്റന്റ് പെയിൻ ആവും. എസ്പെഷ്യലി കൈ പൊന്തിക്കുമ്പോൾ, മുടി ചെയ്യാൻ അല്ലെങ്കിൽ പല്ല് തേക്കാൻ അല്ലെങ്കിൽ ഡ്രസ് ഇടാൻ കൈ പൊന്തിക്കുമ്പോൾ പെയിൻ വരും. പിന്നെ കയ്യിലൊരു ബലക്കുറവുണ്ടാവും, നമുക്ക് ലോഡിങ് ചെയ്യാൻ പറ്റില്ല. മുകളിൽ നിന്ന് ഭാരങ്ങൾ പൊന്തിക്കുക. പിന്നെ ഒരു ക്രാക്കിംഗ് അല്ലെങ്കിൽ പോപ്പിംഗ് ശബ്ദം വരും ഷോൾഡറിൽ. പിന്നെ ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് വെച്ചാൽ നൈറ്റ് പെയിൻ. രാത്രി ഉറങ്ങി കഴിഞ്ഞിട്ട് സിവിയർ പെയിൻ ആയിട്ട് എഴുന്നേക്കും. അതിനർത്ഥം മസിൽ ടയർ ഉണ്ടെന്നാണ്. ഇതിന്റെ ഡയഗ്നോസിസ്, ഇത് മെയിൻലി ഫിസിക്കൽ എക്സാമിനേഷൻ, അതായത് നമ്മൾ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് കിട്ടുന്ന ഒരു ഡയഗ്നോസിസ് ആണ്. നമ്മൾ മസിലിന്റെ ശക്തി നോക്കും. അതിന്റെ റേഞ്ച് അനുസരിച്ചാണ്, അതിന്റെ ശക്തി അനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് പോവുക. നമ്മൾ മസിൽസിന്റെ ശക്തി നോക്കും. വീക്ക് ആണെങ്കിൽ നമ്മൾ MRI എടുത്തിട്ട് നമ്മൾ കൺഫേം ചെയ്യും. ഡെഫിനറ്റ്ലി എക്സസൈസും ഇമ്പോർട്ടന്റ് ആണ്, ബട്ട് മോർ ഡെഫിനറ്റീവ് ഡയഗ്നോസിസ് ക്ലിനിക്കൽ എക്സാമിനേഷനും MRIയും. ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്, ചെറിയ ടയർ ആണെങ്കിൽ MRI എടുത്തിട്ട് ചെറിയ ടയർ ആണെങ്കിൽ നമുക്ക് റെസ്റ്റും ഫിസിയോതെറാപ്പിയും ചെയ്താൽ ഇത് മാറും. ഫിസിയോതെറാപ്പിയുടെ ഉദ്ദേശം തന്നെ മസിൽസ് ഒന്ന് സ്ട്രോങ് ആക്കാനും സ്ട്രെച്ച് ചെയ്യാനും. ഡൈക്ലോഫെനക് അല്ലെങ്കിൽ ബ്രൂഫൻ പോലെ ഗുളികൾ കഴിക്കാം. ടയർ അധികം വലുതല്ലെങ്കിൽ നമുക്ക് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ജോയിന്റിനകത്ത് ചെയ്യാം. ബട്ട് ടയർ ഭയങ്കര വലുതാണെങ്കിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. ആ ടയർ റിപ്പയർ ചെയ്യേണ്ടി വരും. അത് കീ ഹോൾ വഴിയാ ചെയ്യാം. ഭൂരിഭാഗം ആൾക്കാർക്ക് കീ ഹോളിൽ കിട്ടും, നമ്മൾ ഈ ആനിമേഷനിൽ കാണുന്ന പോലെ. അതായത് നമ്മൾ 2-3 കീ ഹോൾ ഇൻസിഷൻസ് ഇട്ടിട്ട് ആ ടയറായ മസിൽ തിരിച്ച് എല്ലിലേക്ക് പിടിപ്പിക്കും. ബട്ട് ടയർ ഭയങ്കര വലുതാണെങ്കിൽ ചെറുതായിട്ട് തുറന്നിട്ട് അത് കീ ഹോൾ വഴി അല്ലാത്ത ഒരു മാർഗമുണ്ട്. അത് ഇൻസിഷൻ ചെയ്തിട്ട് നമുക്ക് ആ ടയറായ മസിൽ തിരിച്ച് എല്ലിലേക്ക് പിടിപ്പിക്കാം. വീണ്ടും വരാതിരിക്കാൻ നമ്മൾ എങ്ങനെ ഈ ഇഞ്ചുറീസ് വരാതിരിക്കാൻ നോക്കാം? ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, റെഗുലർ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ടയർ വരില്ല. പിന്നെ ഏത് ഫോർ എക്സാമ്പിൾ ജിംനേഷ്യം ചെയ്യുന്ന എക്സസൈസിൽ, ഇപ്പം ബെഞ്ച് പ്രസ് അല്ലെങ്കിൽ പുഷപ്സ് അല്ലെങ്കിൽ മിലിറ്ററി പ്രസ് ചെയ്യുമ്പോൾ ഫോം കറക്റ്റ് ആവണം. പിന്നെ നമ്മളെപ്പോഴും വാമപ്പ് ചെയ്തിട്ടാണ് എക്സസൈസുകൾ ചെയ്യേണ്ടത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ഇരിക്കുന്ന രീതിയും ജോലി ചെയ്യുന്ന രീതി, എസ്പെഷ്യലി നമ്മൾ ഷോൾഡറിന്റെ പൊസിഷൻ നമ്മൾ മൈൻഡിൽ വിചാരിക്കുക. കറക്റ്റായിട്ട് വെച്ചാൽ റിസ്ക് ഓഫ് ഇഞ്ചുറി കുറയും. റൊട്ടേറ്റർ കഫ് ഇഞ്ചുറീസ് വന്നാൽ അത് സിവിയർ പെയിൻ വരും, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എഫക്റ്റ് ആവും. സോ ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് സംഭവം പ്രിവെൻഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സസൈസുകളൊക്കെ ചെയ്താൽ പെയിൻ കുറയും. എക്സസൈസ് ചെയ്താൽ ഇഞ്ചുറിയിൽ വരാൻ സാധ്യത കുറയും. അധികം ടയർ വന്നിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തിട്ടും സ്റ്റിറോയിഡ് കുത്തിയിട്ടും പെയിൻ മാറിയില്ലെങ്കിൽ നമ്മൾ കീ ഹോൾ വഴി അത് ശരിയാക്കാം. ആസ് ഓൾവേസ്, നിങ്ങൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒരു തംസ് അപ്പും ഒരു സബ്സ്ക്രൈബും ചെയ്തു. Thank you.